ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിവിടെ ഇന്നൊരു തെങ്ങിൻ്റെ പൂക്കുല, അതായത് തെങ്ങിൻ കുലച്ചിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഒരു കുലച്ചിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഈ ഒരു അല്പം ഇവിടെ കണ്ടോ പൊട്ടിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ അല്പം വളഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഈ ഒരു രണ്ട് വശമൊക്കെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇവിടെയൊക്കെ പൊട്ടിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെയും കറക്റ്റ് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു ഇതിൻ്റെ തണ്ട് വശമില്ലേ, ആ ഒരു ഭാഗം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളിതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അല്പം പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മളിത് 1 കിലോയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ അല്പം ഇതുപോലെ ഒന്ന് വെള്ളം ചേർത്ത് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കുന്നു. ഇപ്പം നമുക്ക് പൊടികളെല്ലാം നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മളൊരു കണ്ടോ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു ബോട്ടിൽ നമ്മൾ ഇതിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഒരു നമ്മൾ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ ഇതിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിനെ നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ നല്ല ആകൃതിയൊക്കെ ഡിസൈനൊക്കെ ഉള്ള ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതുപോലൊരു ബോട്ടിലൊക്കെ ഉപയോഗിക്കാം. നമ്മളിതൊരു ഫാമിലി ഐസ്ക്രീമിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് ഉറച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഉണങ്ങി നമുക്ക് നല്ലവണ്ണം ഒന്ന് ടെമ്പറായിട്ട് കിട്ടി. ഇനി നമുക്കിവിടെ ഈ ഒരു സൈഡ് വശത്തുള്ള ആ ഒരു പ്രിന്റുകളൊക്കെ നമ്മളൊന്ന് ചുരണ്ടി മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് മാറ്റി നമുക്കൊരു നല്ല ഒരു വെള്ള ബോട്ടിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഈ ഒരു സ്ലീക്ക് കണ്ടോ, സ്ലീക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്ലീക്ക് നമ്മളിവിടെ ഈ ഒരു കുലച്ചിലിൻ്റെ തണ്ടിൽ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് കണ്ടോ ഒരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും നല്ലവണ്ണം ഒന്ന് തേച്ച് കൊടുക്കുക. ഇതുപോലെ ഈ ഒരു ഭാഗത്തിലൊക്കെ ഇടയിലൊക്കെ നമുക്ക് നല്ലവണ്ണം ഒന്ന് തേച്ച് കൊടുക്കുക. കേട്ടോ, അപ്പം നമുക്ക് 1 or 2 തവണ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒരു തവണ കൂടി ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ നല്ല ഷോകേപ്സിലൊക്കെ വെച്ച് കൊടുക്കുവാനുള്ള നല്ലൊരു ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തെങ്ങിൻ്റെ ഈ ഒരു ഭാഗമില്ല, ഈ ഒരു പൂവ് വരുന്ന ആ ഒരു ഭാഗം നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് വീണ്ടും ഒട്ടിച്ചു കൊടുത്തിട്ടൊക്കെ ഇതിനെ ഭംഗി കൂട്ടിയെടുക്കാം. കേട്ടോ, ഇപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.